നമസ്കാരം. രാജ്യത്തിന് കാവലായി 21 വർഷം BSFിൽ സേവനമനുഷ്ഠിച്ച ജവാനെ കാണാതായിട്ട് 16 വർഷം പിന്നിട്ടിട്ടും കാത്തിരിപ്പുമായി ഒരു കുടുംബം. കന്യാകുമാരി ജില്ലയിലെ കൊല്ലങ്കോട് സ്വദേശിയായ ഡി നെൽസണെയാണ് കാണാതായത്. 16 വർഷമായിട്ടും കുടുംബത്തിന് യാതൊരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. കാണാതാകുമ്പോൾ 41 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2010 ഡിസംബർ 4-നാണ് നെൽസണെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാകുന്നത്. BSF സേവനത്തിൽ നിന്ന് വിരമിച്ച ശേഷം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്ന യാത്രാമധ്യേയായിരുന്നു ഇദ്ദേഹത്തെ കാണാതായത്. 16 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹം ജീവനോടെ ഉണ്ടോ അതോ മരണപ്പെട്ടോ എന്ന കാര്യത്തിൽ പോലും കുടുംബത്തിന് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. വിഷയത്തിൽ മാനുഷിക പരിഗണനയോടെയുള്ള സഹായം നൽകണമെന്ന് ഓൾ ഇന്ത്യ BSF പൂർവ്വ സൈനിക ക്ഷേമ സംഘടന ആവശ്യപ്പെടുന്നു. പശ്ചിമ ബംഗാൾ പോലീസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒടുവിൽ പുറത്തുവന്ന അന്തിമ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സംഘടനയ്ക്ക് ലഭിച്ചിരുന്നു. കൊൽക്കത്ത ബനിയാപുക്കൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വച്ചാണ് ഇദ്ദേഹത്തെ കാണാതാകുന്നത്. ലാൽ ബസാറിലെ മിസ്സിംഗ് പേഴ്സണേഴ്സ് സ്ക്വാഡും അതുപോലെ പ്രാദേശിക പോലീസും വിപുലമായ അന്വേഷണം നടത്തിയെങ്കിലും നെൽസണെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും അദ്ദേഹത്തെ കണ്ടെത്താനുള്ള സാധ്യത ഇനി വളരെ കുറവാണെന്നുമാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. നിയമപരമായ സാധാരണ പെൻഷൻ ഒഴികെ മറ്റ് യാതൊരുവിധ പ്രത്യേക മാനുഷിക സഹായങ്ങളോ ആശ്വാസങ്ങളോ ഈ കുടുംബത്തിന് ഇതുവരെ അധികാരികളിൽ നിന്ന് ലഭ്യമായിട്ടില്ല. രാജ്യത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു സൈനികന്റെ കുടുംബത്തിന് നേരിടേണ്ടി വന്ന ഈ ഒരു അവസ്ഥ മറ്റ് സായുധ സേനാംഗങ്ങളുടെയും പൂർവ്വ സൈനികരുടെയും കുടുംബാംഗങ്ങളുടെയും മനസ്സിനെ ബാധിക്കുന്ന ഒന്നാണെന്ന് സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BSF ഡയറക്ടർ ജനറൽ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, ദേശീയ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ, തമിഴ്നാട് മുഖ്യമന്ത്രി, കന്യാകുമാരി ജില്ലാ കളക്ടർ, അതുപോലെ ജില്ലാ പോലീസ് മേധാവി എന്നിവരുൾപ്പെടെയുള്ള ഉയർന്ന അധികാരികൾക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്ന് സംഘടനയുടെ ജനറൽ സെക്രട്ടറി G. ബാലകൃഷ്ണൻ അറിയിച്ചു. കാണാതായ ജവാന്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്താനും ബാധിക്കപ്പെട്ട കുടുംബത്തിന് അർഹമായ മാനുഷിക പരിഗണനയും ആശ്വാസവും ലഭ്യമാക്കാനും സർക്കാർ തയ്യാറാകണമെന്നാണ് സംഘടനയുടെ ആവശ്യം.